ചാണ്ടി ഉമ്മനാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. എപ്പോഴും എന്നെ ചുറ്റുമുള്ളവർ അച്ഛനാവാനാണ്, അപ്പയാവാനാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അന്ന് വിജയിച്ചതിന് ശേഷം കൊടുത്ത അഭിമുഖത്തിൽ. ഇപ്പോഴും ആ പ്രതീക്ഷകളുടെ ഭാരം അനുഭവപ്പെടാറുണ്ടോ? സ്വാഭാവികമാണല്ലോ, അതിപ്പം നടക്കാത്തൊരു കാര്യം അത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതിനെങ്ങനെ ഓവർകം ചെയ്യുമെന്ന് എല്ലാ ദിവസവും ആലോചിക്കുവാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അങ്ങനെ നമ്മളായിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ്, അതിന് മാറ്റമില്ല. ഒരു ദിവസം വരുന്നത് 350 കോടികളായിരുന്നു അന്ന്, ഏറെക്കുറെ. ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എത്ര ഉണ്ടോ ഏകദേശം? ഒരു ഇല്ല, എന്തായാലും അത്രയും വരുന്നില്ല. കാരണം ഇതിനകത്ത് കൂടുതൽ ആൾക്കാരും അപ്പം സഹായിച്ച പോലെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ നമുക്കതിനുള്ള ഒരു സാഹചര്യം ഇന്നില്ല. എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുള്ള സഹായം ചെയ്യാമെന്നുള്ളൂ. സാറുണ്ടായിരുന്ന സമയത്ത് ശനിയാഴ്ച വൈകുന്നേരം തൊട്ടും ഞായറാഴ്ച മുഴുവനുമായിട്ടാണ് പുതുപ്പള്ളിയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ അല്ലെങ്കിൽ സഹായങ്ങൾ എത്തിക്കാനും വേണ്ടി സന്നിധനായിട്ടുണ്ടായിരുന്നത്. ചാണ്ടി ഉമ്മൻ്റെ ഒരു രീതി. ഞാൻ 7 ദിവസം അവിടെ നിൽക്കുന്ന രീതി. 7 ദിവസം പുതുപ്പള്ളിയിലാണ്? ഞാൻ 7 ദിവസം ഞാൻ അവിടെ താമസിക്കുന്നത്. ആ അസംബ്ലി ഉള്ളപ്പോഴേ ഞാനിവിടെ വരാറുള്ളൂ. പണ്ട് ഈ അച്ഛനുമായിട്ട് സഹായം ചോദിക്കാൻ വേണ്ടി നിൽക്കുന്ന നിരയുടെ കൂട്ടത്തിൽ പോയി നിൽക്കുകയും എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ വേണം, എനിക്ക് എൻ്റെ അപ്പയാണ് വേണ്ടത് എന്നുള്ളത് അവരോട് മറുപടി പറയും. അപ്പോഴാണ് മകനാണെന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴങ്ങനെ അദ്ദേഹത്തിനുണ്ടായിരുന്ന പോലെ ഒരു നീണ്ട നിര അവരുടെ പ്രശ്നങ്ങൾക്ക് കേൾക്കുക, അങ്ങനത്തെ സന്ദർഭം വീട്ടിൽ രാവിലെ ഉണ്ടോ? പുതുപ്പള്ളിയിലുണ്ട്. പുതുപ്പള്ളിയിലുണ്ട്. തിരുവനന്തപുരത്ത് അങ്ങനെ ഞാൻ നിൽക്കാത്തതുകൊണ്ട് അസംബ്ലി സമയത്തേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആൾക്കാരങ്ങനെ വരാറില്ല. അച്ഛനിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ ഒരേ ദിശയിലാണെങ്കിൽ പോലും ഈ നർമ്മബോധമാണ്. എന്താണ് വേണ്ടതെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയാണ് വേണ്ടതെന്ന് പറയാൻ അപ്പം തോന്നിയ ഒരു ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ, അതിപ്പോഴും ഉണ്ടോ? അങ്ങനെയൊക്കെ പോകുന്നു. അങ്ങനെയൊക്കെ അല്ലേ നമുക്കൊരു എന്താ പറയുക, സീരിയസ് ആയിരുന്നാൽ ഈ സാധനം ഓടത്തില്ല. കാരണം നമ്മൾ 24 hours വർക്കാണ് ഇതിനകത്ത്. നമ്മൾ കൂടെയുള്ളവരടുത്തൊക്കെ തമാശ പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകുന്നത്. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുക, ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു സാഹചര്യത്തിലാണല്ലോ അത് വന്നിരുന്നത്. എപ്പോഴെങ്കിലും സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇലക്ഷന് നിൽക്കുന്ന, MLA ആവുന്ന, മന്ത്രി ആവുന്ന അങ്ങനെ ഒരു ഫേസ് സ്വപ്നത്തിലുണ്ടായിരുന്നോ? അല്ല, ഞാൻ ഇപ്പോൾ ഒരു ഇലക്ഷൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതെ. ഞാൻ പ്രതീക്ഷിക്കാതെ MLA ഒരാളാണ്. ഞാൻ MLA അവിടെ ഒന്നും അങ്ങനെ താല്പര്യപ്പെട്ടിരുന്നുമില്ല. നമുക്ക് ഏതെങ്കിലും അവസരം കിട്ടും എന്നുള്ളതല്ലാതെ ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അവസരം എവിടെയായാലും കുഴപ്പമില്ല എന്നുള്ള തീരുമാനത്തിൽ വരും. നമ്മൾ പറയുമല്ലോ, ഒരാളുടെ അതേ ട്രേറ്റ്സ് തന്നെയാണ് അതിൻ്റെ പിന്മുറക്കാർക്കും കിട്ടുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു തെളിവായിരുന്നു അന്ന് വിനായകന് ഞാനെതിരെ കേസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ ആളോട് പോലും അങ്ങോട്ട് പോയി സംസാരിക്കും, അദ്ദേഹത്തിന് വിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ വിളിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ. അപ്പം ആ ഒരു ട്രേറ്റ് അതുപോലെ പിന്തുടരണം, അല്ലെങ്കിൽ അതുണ്ടാവണം എന്നുള്ളത് അന്ന് നിർബന്ധമായിരുന്നു. അതല്ല, ഇപ്പം അങ്ങനെ ഞാൻ നിർബന്ധപൂർവ്വം എടുത്തൊരു തീരുമാനം അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം എന്താ, അദ്ദേഹം ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ തീരുമാനം എടുക്കുക? എൻ്റെ തീരുമാനം എന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഉണ്ടെങ്കിൽ എന്താണ് തീരുമാനം? ആ തീരുമാനം ഒരിക്കലും കേസെടുക്കില്ലെന്ന പുള്ളിയെ വേണമെങ്കിൽ അദ്ദേഹം പ്രശംസിച്ചേരെ വേണമെങ്കിൽ. അങ്ങനെയുള്ള ഒരു തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഉണ്ടായിട്ടുള്ളത്. തന്നോട് മോശമായിട്ട് പെരുമാറുന്നവരോട് പോലും നന്നായിട്ട് പെരുമാറുന്ന ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ചാണ്ടി ഉമ്മൻ്റെ അമ്മ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്, മറിയാമ്മ. നമസ്കാരം. ഞാൻ നേരത്തെ സംസാരിക്കുകയായിരുന്നു, എല്ലാവരും അപ്പയാണ് പ്രതീക്ഷിക്കുന്നത് മകനിൽ നിന്ന് പ്രവർത്തനത്തിൻ്റെ രീതിയിലൊക്കെ. അപ്പോൾ ആ വിധത്തിലുള്ളൊരു പ്രഷർ മകനിലേക്ക് വരുന്നതായിട്ട് ആ സമയം തൊട്ടിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷം ആവുന്നു, അത് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രഷർ ഉണ്ട്. മകനോട് പറഞ്ഞിരുന്നോ അപ്പയാണ് നിന്നെ പ്രതീക്ഷിക്കുക, നിന്നിൽ പ്രതീക്ഷിക്കുക, അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടോ മകനായിട്ട്? ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോൻ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. മോൻ ഉമ്മൻചാണ്ടിയാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷേ കഴിയുന്നത്ര ആകാൻ ശ്രമിക്കണം. എല്ലാവരും ഇപ്പോൾ പാർട്ടിക്കപ്പുറം അല്ലെങ്കിൽ മതത്തിനപ്പുറം ഒക്കെ ഇത്രയധികം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ടായിരുന്നൊരു നേതാവില്ലായിരുന്നു ഒരേപോലെ സമ്മതിക്കുക, അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഒരു സ്ഥലത്തേക്ക് ആ യാത്ര 28 മണിക്കൂറിനകത്ത് നീളുക. ആ ദിവസങ്ങൾ ശരിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ മനുഷ്യൻ്റെ ഒരു വലിപ്പം ഒന്നുകൂടി ചേർത്ത് വെച്ച ദിവസങ്ങളായിരുന്നു. അല്ല, തീർച്ചയായിട്ടും ഇത്രയും ആളുകൾ വരുമ്പോൾ അദ്ദേഹത്തിനോടുള്ള സ്നേഹം ചിലർ കരഞ്ഞുകൊണ്ട് ചിലർ ചിരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. അപ്പോൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നി, എന്തുകൊണ്ടായിരിക്കും ഇവർ ചിരിക്കുന്നത്? കാരണം അവരുടെ മനസ്സിൽ മരിക്കുന്നില്ല. അപ്പോൾ അത് എന്നും നിലനിൽക്കുന്ന ഒരു വിഷ്വലായി അദ്ദേഹത്തിൻ്റെ മുഖം പതിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഇൻഡിക്കേഷൻ. അതുകൊണ്ട് അദ്ദേഹം മരിക്കാത്ത ഒരു വ്യക്തിയായിട്ട് ഈ സമൂഹത്തിൽ തുടരുന്നതാണ് ഇന്നും ആ കല്ലറയിൽ ആളുകൾ നിരന്തരമായി വരുന്നത്. ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ട്രൈറ്റ് ആയിരുന്നു, അദ്ദേഹം മുടി വെട്ടിയിരുന്നത് പലപ്പോഴും മാം പറഞ്ഞപ്പോഴായിരുന്നു. മുടി അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ഇപ്പം മകന് ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെയാണ് മുടി വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ സംഭവിച്ചു വരുന്നതാണോ തലമുറ ശേഷം? അടുത്ത വ്യത്യാസമുണ്ടല്ലോ. ഉമ്മൻചാണ്ടിക്ക് മുടി വെട്ടിക്കൊടുത്തത് ഞാനായിരുന്നു, എനിക്ക് സ്ട്രോക്ക് വരുന്നത് വരെ. ഉമ്മൻചാണ്ടി എന്നും ഒരു ഇങ്ങനെ ചെയ്യും, ഒരു ചീകി ചെയ്യും രാവിലെ കുളിച്ചേച്ച്. അപ്പം കണ്ണാടി നോക്കത്തില്ല, കുഞ്ഞൊരിക്കലും കണ്ണാടി നോക്കാറില്ല. ചാനോ കണ്ണാടി നോക്കും, മുടി ചീകത്തില്ല. അതാണ് വ്യത്യാസം.
എന്താണ് ആ മുടി ചീകലിലും ആയിട്ട് ഇത് ഒരുപാട് ആളുകൾ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് വരെ ഉണ്ട്. അതിപ്പോൾ ഞാൻ കൊച്ചിലെ തൊട്ട് അങ്ങനെ ഇപ്പം അത് വ്യാഖ്യാനിച്ച് അവർ വ്യാഖ്യാനിച്ചോട്ടെ, എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ കരുത്ത്. എൻ്റെ ഇഷ്ടമാണ്, ഞാൻ ചെയ്യുവോ ചെയ്യാതിരിക്കുവോ, കൈവച്ച് ചെയ്യുവോ, അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ. അതിനകത്ത് വേറൊന്നും കൂടുതൽ വായിക്കേണ്ട കാര്യമില്ല. അന്ന് വിജയിച്ച സമയത്തും വിജയത്തിനോടനുബന്ധിച്ചിട്ടുള്ള കൊടുത്ത കാര്യങ്ങളിലൊക്കെ പേഴ്സണൽ സ്പേസിലേക്ക് മാധ്യമങ്ങൾ ഒരു ചോദ്യമായിട്ട് എത്തുമ്പോഴേക്കും അതിന് കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അവരെ പാപ്പരാസികളെന്ന് പറഞ്ഞ് വിളിച്ച് അവരോട് എന്താണ് പറയേണ്ടത് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും വെച്ച് അങ്ങനെ ഒരു മാർജിൻ മിസ്സാവുന്നത് പോലെ അന്ന് തോന്നിയിരുന്നോ? അല്ല, അതുകൊണ്ടാണ് ഇത്ര ദൂരത്തിയിരിക്കുന്നത് എൻ്റെ അടുത്ത്. ആ ഒരു ഡിഫൻസ് വരുമെന്ന് ഇല്ല. അല്ല, അങ്ങനെയില്ല. നമുക്കിപ്പോൾ നമ്മുടേതായ സ്പേസ് ഉണ്ടാവണം. അത് എൻ്റെ കുട്ടിക്കാലത്ത് എവിടെയോ ഒരു നഷ്ടമായതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ പിതാവിനെ അനാവശ്യമായി ഒത്തിരി വിവാദങ്ങൾ പെടുത്തി അന്ന് ഡിഫെൻഡ് ചെയ്യാതെ പോയതിൻ്റെ ഒരു കുറവ് ഞാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഡിഫെൻഡ് ചെയ്തത്. അദ്ദേഹത്തിന് ഇല്ലാത്ത മറ്റൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ നർമ്മബോധമാണ്. ഉമ്മൻചാണ്ടിക്കുള്ള അത്ര നർമ്മബോധം മോനില്ല. ഭയങ്കര സറ്ററിക്കലായിട്ട് ഭയങ്കര നർമ്മ പറയുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ അത് ആർക്കും മനസ്സിലാകത്തില്ല. ഇങ്ങനെ മിണ്ടാതിരുന്ന് ഒരു കള്ളച്ചിരിയൊക്കെ ഫാമിലിക്കകത്ത് മാത്രമേ ഉള്ളൂ, അധികം പുറത്തങ്ങനെ. പുറത്ത് ഈ കൊലീസിനടുത്തൊക്കെ ചിലപ്പോൾ പറയാണ്ട്, പക്ഷെ പബ്ലിക്കായിട്ട് ഭയങ്കര സറ്ററിക്കലായിട്ട് പറയും. എന്നുവെച്ചാൽ ഈ ഉമ്മൻചാണ്ടിക്ക് വല്ലപ്പോഴും വരുന്നൊരു പിള്ളേരെ പിണക്കാൻ ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ പിള്ളേരെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് എസ് നോ എന്നും പറയണ്ടേ. ഉമ്മൻചാണ്ടിക്ക് ഈ പഠിക്കാതൊക്കെ ഒരു പഠിക്കണമെന്നുള്ള സ്ട്രിക്റ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. മാർക്ക് എനിക്ക് സ്ട്രിക്റ്റ് അല്ല, പല ഘടകങ്ങളെ ആശ്രയിച്ച് ചെയ്തിരിക്കും. പഠിക്കാതൊക്കെ പലപ്പോഴും ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും വരുമ്പോൾ ഇങ്ങനെ പിള്ളേർ പഠിക്കാതെ നടക്കുമ്പോൾ കാണുമ്പോൾ പിള്ളേർ വരുമ്പോഴത്തേക്ക് പറയും, ബാവേ അവർക്ക് ഇച്ചിരി കൂടുതൽ ചോറൊക്കെ കൊടുക്കും, അവർ ടി വി ആണെങ്കിൽ ക്ഷീണിച്ചിരിക്കുക. പിന്നെ ഒരു വലിയ സൈക്കോളജി ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് അന്നും മനസ്സിലായി, ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ മനസ്സിലാകുന്നത്. മറിക്കുട്ടി മൂത്ത മോളാണുള്ളൂ. ഒരു 8ാം ക്ലാസ് 6ാം ക്ലാസ്സിന് പഠിക്കുമ്പോൾ പറയും, പിള്ളേരിൽ ആരെങ്കിലും ഒരാൾ 60% കൂടുതൽ മാർക്ക് വാങ്ങിച്ചാൽ അടികൊള്ളു. പുള്ളി നുള്ളി ചോദിച്ചു പോലില്ലേ പിള്ളേർ, പക്ഷെ പറയുന്നേക്ക്. അപ്പോൾ എല്ലാവരും ചിരിക്കും. അത് മോളെ 9ാം ക്ലാസ്സിലൊക്കെ ആയിക്കഴിഞ്ഞത്തേക്ക് അത് 80% ആയി. 80% മാർക്ക് ആരെങ്കിലും കൂടുതൽ വാങ്ങിച്ചാൽ ആർക്കും അടികൊള്ളും. പക്ഷെ പിന്നെ എനിക്ക് അതിൻ്റെ സൈക്കോളജി മനസ്സിലാകുന്നത്, ജീവിതത്തിലെ ഈ പരീക്ഷ എഴുതി ജയിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിത ജയപരാജയങ്ങൾ അതിനെ ആശ്രയിച്ച് മാത്രമല്ല ഇരിക്കും. അതൊരു പരീക്ഷയാണ്, അത് ഒന്നും പോവും. അതത്ര ലൈറ്റായിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ടെൻഷൻ കൊടുക്കാതിരിക്കുക. പിള്ളേർക്ക് പരീക്ഷയുടെ ടെൻഷൻ പല പേരൻസ് കൊടുക്കുമല്ലോ, അങ്ങനെ വായിക്കണം ഇങ്ങനെ. ആ പിള്ളേരെ ടെൻഷൻ കൂടുക, ആ ടെൻഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. അതെനിക്ക് പിന്നെ ആലോചിച്ചപ്പോഴാണ് അതിൻ്റെ സൈക്കോളജി മനസ്സിലായത്.